സകല ലോകത്തിന്റെയും രാജാവും എൻ്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയും ഈ ദൈവവചന പഠനത്തിലേക്ക് ഏവരെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, പല ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് വളരെ ആവശ്യത്തോടെ, അതിലുപരി വളരെ ഗൗരവത്തോടെ ഈ ദൈവജന പഠനത്തിൽ പങ്കുകൊള്ളുന്ന എല്ലാവരും ഓർത്ത് കർത്താവിന് മഹത്വം കരയറ്റുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് നാം തുറമാനമായി ചിന്തിച്ചു വരുന്ന ആ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടും. നാം ഇപ്പോൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഈ പ്രത്യേകിച്ചും എബ്രായ ഭാഷയുടെ ഒരു ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ അത്രമേൽ വചനത്തോട് ആവേശവും താല്പര്യവും വചനം ഗൗരവമായി കാണുകയും അത് ആസ്വദിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ മാത്രമേ ഈ ക്ലാസ് അവർക്ക് പ്രയോജനപ്പെടുകയും ഗുണകരമാവുകയും ചെയ്യുള്ളൂ. അല്ലാത്തവർക്ക് ഒരുപക്ഷെ ഈ ക്ലാസ് ബോറടിക്കാൻ സാധ്യതയുണ്ട്. ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരെല്ലാം വചനത്തെ ഗൗരവമായി കാണുന്നവരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ അങ്ങനെ ആയിരിക്കണം, അതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, വേറൊന്നും മുന്നോട്ടല്ല. ഏതുമാകട്ടെ, നമുക്ക് മുന്നോട്ട് നീങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ആദം ജീവജാലങ്ങൾക്കും സകലത്തിനും പേരിട്ട കാര്യത്തിന്റെ ഭാഗം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിച്ചത്. ആദം പേരിടുകയായിരുന്നില്ല, മറിച്ച് താൻ ഇട്ടതെല്ലാം പേരായി മാറി എന്നാണ് തിരുവെഴുത്ത്. ഞാൻ ഓർപ്പിച്ചു, വെറുതെ പേരിടുകയായിരുന്നില്ല. ആദം വിളിച്ചത് അതിൻ്റെ ഓരോന്നിൻ്റെ DNA അതിൻ്റെ ജീൻ സ്ട്രക്ചറാണ് ആദം വിളിച്ചതെന്നും, അപ്പൊ ആ DNA കേൾക്കുമ്പോൾ കേവലം ഒരു പേര് മാത്രമല്ല, അതെന്താണെന്നും കൂടെ നമുക്ക് മനസ്സിലാകും എന്നുള്ളത് ഞാൻ ഓർപ്പിച്ചു. ഞാൻ അതിന് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടെ എബ്രായ ഭാഷയിൽ ഉപയോഗിച്ച ഭാഗം തന്നെ ഓർപ്പിച്ചിരുന്നു. നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകും, ഇത് കണക്കാക്കും. വെള്ളം എന്നുള്ളതിന് മയീൻ എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ആ പദം ശ്രദ്ധിക്കുമ്പോൾ രണ്ട് മെമും ഒരു യൂത്തും കാണുന്നുണ്ട്. അപ്പൊ രണ്ട് മെം ഒരു യൂത്ത്, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ വെള്ളമാണെന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ വെള്ളം എന്താണെന്ന് കൂടെ മനസ്സിലാവുകയാണ്. ഞാൻ അതിന് പറഞ്ഞു, നമ്മുടെ രാസനാമം അനുസരിച്ച് H2O, താങ്ക് യു. H2O എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ 2 ആറ്റവും ഓക്സിജന്റെ 1 ആറ്റവും. അപ്പോൾ വെള്ളം എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് H2O എന്നല്ല. അപ്പോൾ തന്നെ ആ വെള്ളത്തിൽ എന്താണുള്ളത്, അല്ലെങ്കിൽ വെള്ളം എന്താണ്, അതിന്റെ സ്ട്രക്ചർ, ഘടന എന്താണെന്നുള്ളത് ആ H2O എന്ന് കാണുമ്പോൾ മനസ്സിലാക്കുന്നത് പോലെ ആദം ഓരോന്നിനും പേരിട്ടപ്പോൾ വെറുതെ ഇങ്ങനെ നമ്മള് ഷാജിന്നും ഷേലിന്നും സോളിന്നും പറയുമ്പോൾ അല്ലെങ്കിൽ വിളിച്ചു പോവായിരുന്നില്ല, മറിച്ച് അതിന്റെ DNA എന്താണെന്ന് ഡിക്ലെയർ ചെയ്യുകയാണ് ആക്ച്വലി ആദം ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആദമിന്റെ മേലുണ്ടായിരുന്ന ജ്ഞാനം എത്ര ഭയങ്കരമായിരിക്കും അല്ലേ? കണ്ടോ, ഒരൊറ്റ നിമിഷം കൊണ്ടാണ് അതെല്ലാം നഷ്ടപ്പെട്ടു പോയത്. എനിക്കൊരു കാര്യം മനസ്സിലായി, എത്ര ഉന്നതമായ ജ്ഞാനവും കൃപയൊക്കെ ഉണ്ടെങ്കിലും വീഴാൻ സെക്കൻഡ് മതി. സ്തോത്രം. അവിടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞു പോയി. ഞാൻ അതെല്ലാം നിങ്ങളോട് പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പൊ ഞാൻ ഓർക്കുക, ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയായ ആദമിന് പോലും ആ തേജസ് അതേപടി തൻ്റെ മേൽ പകർന്നു കൊടുത്ത് ദൈവത്തോടൊപ്പം ചേർന്ന് നടന്ന കക്ഷിക്ക് വീഴാൻ ഒരു സെക്കൻഡ് മതിയായിരുന്നു. ഞാനും പലപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ ദൈവമേ, നമ്മൾ എന്തിനിങ്ങനെ നെകളിക്കുന്നതാണ്? എന്ത് കണ്ടിട്ടാ നമുക്ക് അഹങ്കരിക്കാനുള്ളത്? എന്ത്
അടിസ്ഥാനത്തിലാണ് നാം അല്ലാതായി മാറുന്നത്. ദൈവം നമ്മെ ആക്കി വെച്ച പദവിയിൽ നിന്നൊക്കെ വീണു പോകാൻ സെക്കൻഡുകൾ മതി. അപ്പൊ നമ്മുടെ ഒരു ചിന്ത അങ്ങനെയുള്ളിടത്താണ് ദൈവം നമ്മളെ കൊണ്ടാക്കി വെച്ചത്. അല്ലല്ല, ആ സെൻസിലല്ല ഞാൻ പറഞ്ഞത്. എത്ര ഉന്നതനാണെങ്കിലും തന്നെത്താൻ സൂക്ഷിക്കുന്നതിൽ നാം ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് മാത്രം ഞാൻ ആ ഭാഗം വിടുന്നു. ഞാൻ എന്നിട്ട് വേറെ ഒന്നുകൂടെ കാര്യങ്ങളൊന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് അവസാനിപ്പിച്ചു. ഞാൻ അങ്ങോട്ട് തന്നെ വരികയാണ്. ഞാൻ ഓർപ്പിച്ചു, ഈ ഒരു ഭാഷ, ഈ എബ്രായ ഭാഷ അല്ലെങ്കിൽ ഹീബ്രു ഭാഷ, അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ ഓർപ്പിച്ചു, അതിന്റെ അക്ഷരങ്ങളുടെ അർത്ഥവ്യാപ്തിയും അർത്ഥതലങ്ങളും. ഈ ലാംഗ്വേജ് മൾട്ടിഫെസേറ്റഡ് എന്ന് പറഞ്ഞാൽ ഓരോ അക്ഷരത്തിനും ഒരർത്ഥമല്ല, പല അർത്ഥങ്ങളുണ്ട്. അങ്ങനെ പല അർത്ഥങ്ങളുള്ള ഒന്നിലധികം അക്ഷരങ്ങൾ ചേർന്നാണ് ഒരു വാക്കുണ്ടാകുന്നത്. അപ്പോൾ ആ അർത്ഥത്തിന്റെ ആഴവും പരപ്പും വ്യാപ്തിയും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല. അതിനൊക്കെ എത്രയോ അപ്പുറമാണെന്ന് മറന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്റെ റൂട്ട് വേർഡ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഞാൻ ഓർപ്പിച്ചത്. റൂട്ട്, ഏതൊരു വാക്കെടുത്താലും ഒട്ടുമിക്ക വാക്കും ഒന്നുകിൽ രണ്ടർത്ഥം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മൂന്നായിരിക്കും. വളരെ ചുരുക്കമാണ് 4 റൂട്ട് വേർഡിലേക്ക് ചിലപ്പോൾ പോകുന്നത്. ഓക്കെ, നിങ്ങൾ അതൊന്നും ചിന്തിച്ചപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതാണ്. ഞാൻ സന്ദർഭവശാൽ അങ്ങ് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു അക്ഷരത്തിന്റെ, ആ ഭാഷയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഇനി ഞാൻ പറഞ്ഞ കാര്യം ഒരുപക്ഷെ കുറെ കൂടെ ഈസി ആയിട്ട് പിടി കിട്ടും. നമ്മൾ ആ ഭാഷയൊക്കെ പഠിക്കുമ്പോൾ അതിനകത്ത് ഈ പ്രത്യേകിച്ച് എബ്രായ ഭാഷ അടങ്ങിയിരിക്കുന്ന 4 പ്രധാന കാര്യങ്ങൾ. നമ്പർ 1, അതിന്റെ ഫൊണോളജി, ഉച്ചാരണ ശാസ്ത്രം. മാർക്കത് നോട്ട് ചെയ്തവർക്കൊണ്ട് ഞാൻ പറഞ്ഞത്, അതിന്റെ ഫൊണോളജി, ഉച്ചാരണ ശാസ്ത്രം. 2, അതിന്റെ മോർഫോളജി എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളായ ഘടകങ്ങൾ എങ്ങനെ ചേർന്ന് വരുന്നു, അക്ഷരങ്ങളായ അതിന്റെ ഘടകങ്ങൾ എങ്ങനെയാണ് ഈ വാക്കിനകത്ത് ചേർന്ന് വരുന്നത്. 3, അതിന്റെ സെമാൻറ്റിക്സ്, അതിന്റെ മീനിങ് ലെവൽ, എങ്ങനെയാണ് അതിന്റെ മീനിങ് ലെവൽ വരുന്നത്. 4, അതിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ സെന്റൻസ് സ്ട്രക്ചർ, വാചകത്തിന്റെ ഘടന. ഇത് 4ഉം ഈ ഒരു ഭാഷയ്ക്ക് ഉള്ളതുപോലെ ഉലകത്തിൽ മറ്റൊരു ഭാഷയ്ക്ക് ഇത്രയും വിശാലമായ തലങ്ങളില്ല. സ്തോത്രം. ഞാനിപ്പോ പറഞ്ഞൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നോ? നമുക്ക് മറ്റേതുപോലെ ബന്ധനം അഴിച്ചും വീട്ടിൽ നിന്ന് വല്ല ഓടിച്ചുമൊക്കെ ഒന്ന് പോയാൽ മതിയോ? നമ്മുടെ ജീവിതകാലം മുഴുവൻ ഈ ഓടിയിലല്ലാതെ കണ്ട് നമ്മളങ്ങ് എത്തുകയല്ലോ. അതാണല്ലോ നമ്മുടെ രീതി. സ്തോത്രം. ഞാൻ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞത്, നമുക്ക് തുള്ളാനും ചാടാനും ഉള്ളതൊന്നും നമ്മുടെ ക്ലാസ്സിനകത്ത് കിട്ടുകയില്ല. മര്യാദയ്ക്ക് ജീവിക്കണമെന്ന് പറയാൻ മാത്രമേ ഈ ക്ലാസ്സിനകത്ത് കാണൂ. സ്തോത്രം. ബന്ധനം അഴിക്കുകയോ ഒന്നുകൂടെ മുറുക്കുകയോ ഒക്കെ ചെയ്യുന്നവരൊക്കെ ചെയ്തോട്ടെ. ഞാൻ അതിൻ്റെ ഒന്നും പുറകെ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് വല്ല വിധേനയും ജീവിതം ഒന്ന് ഭംഗിയാക്കി കൊണ്ടുപോയി കർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ. ഓക്കെ, ഞാൻ മടങ്ങി വരുന്നത്. ഈ ഭാഷ നമുക്ക് ഇങ്ങനെയെങ്കിലും കിട്ടിയെന്ന് നോക്കി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച അതിന്റെ ഫൊണോളജി, ഉച്ചാരണ ശാസ്ത്രം. ഫൊണോളജി, നമുക്കത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ പഠിക്കുന്നവർക്കൊക്കെ ഫൊനറ്റിക്സ് ഒക്കെ പഠിക്കാനുണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ? പഠിച്ചവർക്കറിയാം ഫൊനറ്റിക്സ്. ഫൊനെ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഫൊനെ, ആ വാക്കിന്റെ അർത്ഥം ശബ്ദം. അതിനകത്ത് നിന്നാണ് ഫോൺ എന്ന പദം ഉണ്ടായത്. മനസ്സിലായോ? ഫോൺ എന്ന പദം തന്നെ ഉണ്ട് അതിനകത്തൊന്ന്. അപ്പൊ അതിനകത്ത് നിന്നാണ് ഈ ഫൊനറ്റിക്സ് എന്ന പാഠ്യഭാഗം. നമ്മൾക്കതിന്റെ, ഞാൻ എബ്രായ ഭാഷയിലെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഇത് ഫൊണോളജി, ഉച്ചാരണ ശാസ്ത്രം. ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മള് കർത്താവ് സർവശക്തൻ, എൽ ഷദ്ദായ് അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. എൽ ഷദ്ദായ് എന്നല്ല. ഞാൻ ആ പേരില് മിനിസ്ട്രി ഉള്ളവരോട് പോലും ചോദിച്ചിട്ട് എന്റെ അർത്ഥം പറഞ്ഞു തന്നിട്ടില്ല. പോട്ടെ, ഞാൻ അതും ചോദിക്കാൻ വേണ്ടിയിട്ടില്ല. ഈ ക്ലാസ്സിലുള്ളവരുടെ കാര്യം പറഞ്ഞു. നിങ്ങൾ അത് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എൽ ഷദ്ദായ് എന്നൊന്നും ഒറ്റയടിക്ക് പറഞ്ഞു പോകരുത്. അങ്ങനല്ല. ഏൽ ഷദ്ദായ്, കണ്ടോ? എങ്ങനെയാ പറയാവോ?
നമ്മൾ ഇതെല്ലാം വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നുണ്ടല്ലോ, നമുക്കിതൊന്നും വിഷയമല്ല എന്നൊരിതില്ല. എൽ ഷദ്ദായ് എന്നൊക്കെ അങ്ങ് ദോശയും ചമ്മന്തി എന്നൊക്കെ പറയുമ്പോൾ ഈസി ആയിട്ട് അങ്ങ് പറഞ്ഞു വിടുന്നത്. നോ, ഏൽ ഷദ്ദ കണ്ടോ, അങ്ങനെ പറയാവോ? ഏൽ. അപ്പൊ അതൊക്കെ പറയുമ്പം എന്റെ സ്ഥാനത്ത് യഹൂദനാണെങ്കിൽ അന്നേരം അവന്റെ മുഖഭാവം മാറും. നമ്മൾ ദൈവമെന്നും അവനെന്നും അവന്റെ എന്നൊക്കെ പറഞ്ഞതിനകത്ത് വല്ല മര്യാദയുണ്ടോ? ദൈവമേന്ന് വിളിച്ച നിന്റെ കരം തന്നെ. ആരുടെയാ? നിന്റെ. ദയവായി ദൈവത്തെ കയറി നിന്റെന്നും അവന്റെന്നും അവന്റെന്നും ഒന്നും ഉപയോഗിക്കരുത്. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. അങ്ങയുടെ അവിടുത്തെ ഇനി അത് ഉപയോഗിച്ച് ശീലിക്കണം നിർബന്ധമായി. പ്രാർത്ഥനയിൽ പോലും അറിയാതെ പോലും അവനെന്നോ അവന്റെന്നോ നിന്റെന്നോ ഒന്നും പറയരുത്. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാർ ഞങ്ങൾ ഉടമസ്ഥനുമായ കർത്താവേ, നിന്റെ കരം ഇന്ന് വെളിപ്പെടണം. അത്രയും പറഞ്ഞു വന്നത് മുഴുവൻ തീർന്നില്ലേ? സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും മേടിച്ചെന്ന് അപ്പച്ചാ നിന്റെ പൈസ വല്ലതുണ്ടോ ചോദിക്കോ? മമ്മിയെ നിന്റെ പേഴ്സ് ഒന്ന് കാണിച്ചേ എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള ആരുണ്ട്? മിക്കവാറും പേഴ്സും കൊണ്ട് പോവും. ഒന്നേ ചോദിക്കുള്ളൂ. അത് നമുക്കത് അറിയാമല്ലോ. ഞാൻ പണ്ടൊരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സഭായത്തിന് ഒന്നിച്ച് തിരിച്ചു പോകുന്ന അമ്മച്ചിയോട്, അമ്മച്ചിയെ പാപ്പച്ചായനെ കണ്ടില്ലല്ലോ. അന്ന മറുപടി, അച്ചായനെ കണ്ട. എത്ര ഭംഗിയായിട്ടാ പറഞ്ഞേ. ആ അമ്മച്ചി ചർച്ചയ്ക്കെടുത്ത് പറഞ്ഞതോ, നിന്റെ കരം വെളിപ്പെടണം, നിന്റെ കരം ഇറങ്ങി വരണം, തൊടണമേ കർത്താവേ. നിന്റെ എന്ന് പറഞ്ഞ ഉടനെ കർത്താവേ എന്നുണ്ട്. പോട്ടെ, നമ്മൾ ഓരോന്നും പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. ക്ലാസ് ആയിട്ട് അതുകൂടെ പറയാതിരുന്നാൽ ഒക്കുവോ? സ്തോത്രം. ദയവായി ശ്രദ്ധിക്കണം. അപ്പോൾ ഫോണോളജി, ഉച്ചാരണ ശാസ്ത്രം, അത് ഈ ഭാഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായി? ഇപ്പം അത് ഏതൊരു ഭാഷയ്ക്കും ഉണ്ടല്ലോ ഉച്ചാരണം. വളരെ നമ്മള് മലയാളികൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോഴങ്ങ് സങ്കടം തോന്നും. കർത്താവേ, ഞങ്ങൾ അപേക്ഷിക്കുന്ന രാത്രികാലം നൽകി തരുവാൻ തക്കവണ്ണം. നൽകി തരുവാൻ. നൽകി എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? തരിക എന്നുള്ളതോ? അപ്പൊ ഈ നൽകി തരിക എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ആരും ഇറങ്ങിപ്പോകരുത് ക്ലാസ്സിൽ നിന്ന്. പറ. തരിക എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിൽ പറഞ്ഞാൽ മതി. നൽകുക എന്നുള്ള വാക്കിന്റെ അർത്ഥം പിന്നെ നൽകി തന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ തക്കവണ്ണമായി ഇടയാ തീർന്നും കൂടെ ആകെ ഒത്തു. ആണ്ടെ ഉണ്ടാകുന്ന രണ്ടുപേര് പോയി. സ്തോത്രം. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ? ഈ ഭാഷ ഉപയോഗിക്കുമ്പോൾ ഇതിനല്ല ഏതൊരു ഭാഷയ്ക്കും അതിന്റെ ഉച്ചാരണം അല്പം വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സ്തോത്രം. ഡോക്ടർ സുദീപ് എന്തോ ഒന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നു, കംപ്ലീറ്റ് വായിക്കാൻ പറ്റിയില്ല. നോ പ്രോബ്ലം. ഓക്കെ. ഞാൻ എന്താ ഉദ്ദേശിച്ചതറിയാം? നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ? നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ ഉച്ചാരണമൊക്കെ പ്രത്യേകിച്ചും ഈ ഭാഷയ്ക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയാണെങ്കിലും ശരി, ആംഗലേയ ഭാഷയാണെങ്കിലും ഒക്കെ അല്ലേ? ഇംഗ്ലീഷ് ഭാഷയൊക്കെ ഉച്ചരിക്കുമ്പോൾ ആ ഉച്ചാരണ ഒരു രീതിയിൽ നമ്മൾ ഈ ലുക്കിടെന്നും ജമ്പുടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും അല്ലേ? കർണാടകയിൽ പറയുന്ന മോർണിംഗ് എന്നേ പറയും. മോർണിംഗ് എന്ന് പറയല്ല, മോർണിംഗ്, ജേർണി എന്നൊക്കെ പറയുള്ളൂ അല്ലേ? നോർത്ത് ഇന്ത്യക്കാർ പറയല്ലേ ജീറോ എന്നൊക്കെ പറഞ്ഞു അല്ലേ? അത് കേൾക്കുമ്പോൾ നമുക്കൊരു അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത തോന്നുകയല്ലേ? പോട്ടെ, ഞാൻ അതിന്റെ ഉച്ചാരണം പറയാനിട്ടല്ല. ഈ ഭാഷയുടെ ഫോണോളജി, ഉച്ചാരണ ശാസ്ത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ മോർഫോളജി, അതിന്റെ അക്ഷരങ്ങളായ ഘടകങ്ങൾ എങ്ങനെയാണ് ചേർന്ന് വരുന്നത്. അതിന്റെ സെമാൻറ്റിക്സ്, മീനിങ് ലെവൽ എങ്ങനെ ഫോം ചെയ്യുന്നു, എങ്ങനെയാണ് അതിന്റെ മീനിങ് ലെവൽ ഫോം ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്.
നാല് അതിന്റെ സിൻടാക്സ്, അതിന്റെ സെന്റൻസ് സ്ട്രക്ചർ. ഇത് നാലും ഈ പ്രത്യേകിച്ച് ഈ ഭാഷയ്ക്കുള്ളതുപോലെ ലോകത്തിൽ മറ്റൊരു ഭാഷയ്ക്കും അത്രയും വരുന്നില്ല. അതാണ്. എന്നാൽ അത്ഭുതം എന്ന് പറയാം, നമ്മുടെ മലയാള ഭാഷ ഈ ഹീബ്രു ഭാഷയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഭാഷയാണെന്നുള്ളത് പറയാതിരിക്കാൻ നോക്കുകയല്ല. പോട്ടെ, ഞാൻ അവിടെ നിൽക്കാൻ പറ്റല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഞാനൊരു ഉദാഹരണം ഇവിടെ ഇടും. നിങ്ങൾ ആ 2-ാം സംഖ്യത്തിൽ ഒന്ന് എടുക്കണം. ആ 2-ാം സംഖ്യത്തിൽ ഒരു വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. സംഖ്യത്തിരിക്കുക, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. 2-ാം സംഖ്യത്തിലെ വാക്യം അല്ലേ, ഉണ്ടോ? നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഞാൻ ആ വാക്യം തന്നെ എടുക്കാൻ കാരണം, ഈ വാക്യം എടുത്താണ് ക്രൈസ്തവ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ സംവാദത്തിന് വരുന്ന പല ആളുകളും എടുക്കുന്ന ഒരു വാക്യമായത്. യേശു ക്രിസ്തു സൃഷ്ടാവല്ല, സൃഷ്ടിയാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നു. എന്ത്? 2-ാം സംഖ്യത്തിൽ നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന്. ശരിയല്ലേ? വാക്യം വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. കണ്ടോ? അപ്പം ന്യായമായിട്ടും അങ്ങനെ വന്ന് നമ്മൾ കുഴഞ്ഞു. അതെന്താ കുഴയാൻ കാരണം? യേശു ക്രിസ്തു സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ വാക്യം തെളിവായി പറയുന്നല്ലോ, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ 7-ാം വാക്കല്ലേ, എന്താണ് അതിന്റെ അർത്ഥം? നമുക്കതിനകത്ത് അതിശയം ഒന്നും തോന്നാനായിട്ടില്ല. അത് കറക്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ആ ഭാഷയുടെ സ്ട്രക്ചർ നോക്കി കഴിയുമ്പോഴാണ് അതിന്റെ കറക്റ്റ് മീനിങ് കിട്ടുന്നത്. ഹയ്യോം അറ്റഖ് ബനി, ഹയ്യോം കണ്ടോ? അതാണ് 2-ാം സംഖ്യത്തിലെ 7-ാം വാക്യം നമ്മൾ കാണുന്നത്. എന്ത്? ഹയ്യോം അറ്റഖ് ബനി, ഹയ്യോം യലത്തിക. ഞാൻ പേടിച്ചൊക്കെ അത് പറയുന്നത്. അതിന്റെ പ്രൊണൗൺസിയേഷൻ ഒക്കെ കൃത്യമല്ല എന്നുണ്ടെങ്കിൽ അർത്ഥം മാറിപ്പോ. അതുകൊണ്ടാണ്. സ്തോത്രം കേട്ടോ. അപ്പൊ ഹയ്യോം അറ്റഖ് ബനി, ഹയ്യോം യലത്തിക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്ക് നോക്കാം. അത് ഈ എഴുതിയിരിക്കുന്ന പോലാണോ? നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നാണോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ മടങ്ങി വരുന്നു. എബ്രായ ഭാഷയുടെ സർഫസ്, ഓരോ അക്ഷരത്തിനും സർഫസ് ലെവലിൽ 4 അക്ഷരങ്ങൾ, 4 അർത്ഥങ്ങളും ഡീപ്പർ ലെവലിൽ 70 അർത്ഥങ്ങളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. പല ക്ലാസ്സിലും ഞാനൊരു 100 തവണ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇത് അത്രമാത്രം രജിസ്റ്റേർഡ് ആയിട്ട് കടന്നെങ്കിൽ ഈ കാര്യങ്ങൾ നോക്കുള്ളൂ. അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ മുന്നോട്ട് നീങ്ങുന്നു. അപ്പോൾ ഈ ഒരു സർഫസ് ലെവലിൽ പഠിച്ച ഒരാൾക്ക് ഈ വാക്യം കറക്റ്റാ. ഹയ്യോം അറ്റഹ്, ഹയ്യോം എന്ന് പറഞ്ഞാൽ ഇന്ന്, അറ്റഹ് ബനി, നീ എന്റെ പുത്രൻ. കണ്ടോ? യലത്തിക, ഇന്ന് ജനിപ്പിച്ചിരിക്കുന്നു. കറക്റ്റ് അല്ലേ? അതിനകത്ത് ഇവിടെ ഷാജിബാസ് പറയും പോലെ അർത്ഥവ്യത്യാസം ഇരിക്കുന്നല്ലേ? 100% കറക്റ്റ്. പക്ഷേ അതെന്റെ സർഫസ് ലെവൽ അർത്ഥമാണ്. അതല്ല ഇവിടെ വന്നിരിക്കുന്ന അർത്ഥം. ഹയ്യോം എന്ന് പറഞ്ഞാൽ ഇന്ന്, അറ്റഹ് ബനി, നീ എന്റെ പുത്രനാണ്, യലത്തിക, നിന്നെ ഞാൻ ജനിപ്പിച്ചിരിക്കും. സർഫസ് ലെവൽ അർത്ഥം അത് തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പൊ ഒരു സാധാരണക്കാരന് പെട്ടെന്ന് വായിക്കുമ്പോൾ ഈ അർത്ഥമേ കിട്ടൂ. ഇവിടെയാണ് ഒരു സേജസ് ആയിട്ടുള്ളയാള്, സേജ് ആയിട്ടുള്ള, റബായി ആയിട്ടുള്ള ഒരാൾ പൊരുള് തിരിക്കുമ്പോൾ അർത്ഥം മാറുന്നു. അതെങ്ങനെയെങ്കിലും അർത്ഥമല്ല. ഞാൻ ഇനി പറയാൻ പോകുന്ന അർത്ഥം അങ്ങനെ തന്നെയാണോ എന്നറിയാൻ എബ്രായ ഭാഷയിൽ പരിചയമുള്ള ആളുകൾ അർത്ഥം കണ്ടുപിടിക്കാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഹീബ്രു ഭാഷ ഡിക്ഷണറി ആയിരിക്കുന്ന BDB ഡിക്ഷണറി നോക്കണം. എന്നിട്ട് ഞാൻ ഈ പറയുന്ന പോലെ അതിനകത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ നിങ്ങൾ ഉറപ്പുവരുത്തണം. ഊഹാഭോഗം പറഞ്ഞു പോയാൽ പോരല്ലോ.
അവിടെ കൊടുത്തിരിക്കുന്ന അർത്ഥം എന്തെന്നറിയാമോ? ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഈ അർത്ഥം അവിടെ ഉള്ളപ്പോൾ തന്നെ അവിടെ എഴുത്തുകാരൻ ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥം ഇന്നതാകുന്നുവെന്ന് വളരെ കൃത്യമായി എഴുതിയിരിക്കുന്നു. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ആ വാക്ക് അതേ രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു സൃഷ്ടിയാണ് എന്ന് വരുന്നു, സൃഷ്ടാവാണെന്ന് വരുന്നില്ല. കണ്ടോ? സംവാദങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ദേവദാസന്മാരൊക്കെ വെള്ളം കുടിച്ചു പോണത് ഈ വാക്യങ്ങളൊക്കെ മുസ്ലിം സഹോദരൻ എടുത്ത് നമ്മുടെ മുമ്പിൽ ഇടുമ്പോഴാണ്. അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കിടന്ന് വിഷമിക്കുന്ന സംവാദങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അതിന് ശരിയായ മീനിങ്, അതിന് ഞാൻ എൻ്റെ റൂട്ട് വേർഡിലേക്ക് പോയി മീനിങ് തേടുമ്പോഴാണ് ശരിയായ അർത്ഥം കിട്ടുന്നത്. അവിടുത്തെ യഥാർത്ഥ അർത്ഥം എന്തെന്നറിയാമോ? 2-ാം സങ്കീർത്തനം മുഴുവൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുകയും ചെയ്യണം. ഇവിടെ പിതാവായ ദൈവം പുത്രനോട് പറയുക, പുത്രനുമായുള്ള പേഴ്സണൽ സംഭാഷണത്തിൽ പറയുന്ന നമ്മളെ കൂടെ ബാധിക്കുന്ന പ്രധാനമായ ഒരു സംഗതിയുടെ പ്രഖ്യാപനമാണ്. എന്തെന്നറിയാമോ? ഭൂമിയിൽ തിയോക്രസി, ദൈവാധിപത്യം സ്ഥാപിക്കാൻ പുത്ര, ഇന്ന് ഞാൻ നിന്റെ മേൽ ഒരു പുതിയ പ്രത്യേക അഭിഷേകം നിന്റെ മേൽ തരുന്നു. അതാണ് വാക്യം. നമ്മുടെ മലയാളത്തിലേക്ക് വന്നപ്പോൾ നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നായി. പിതാവ് പറഞ്ഞത് നീ എൻ്റെ മോനാ, യാതൊരു സംശയവുമില്ല. ഭൂമിയിൽ ദൈവാധിപത്യം സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം നിനക്ക, അതിനു വേണ്ടുന്ന അഭിഷേകം ഞാൻ നിന്റെ മേൽ തന്നിരിക്കുന്നു. വാക്യം എവിടെ കിടക്കുന്നു? നമ്മൾ മനസ്സിലാക്കിയ അർത്ഥം എവിടെ കിടക്കുന്നു? ഗ്രന്ഥകാരനായ പരിശുദ്ധാത്മാവ് ഉദ്ദേശ അർത്ഥം എവിടെ കിടക്കുന്നു? കണ്ടോ? സ്തോത്രം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ പേര് യേശു ക്രിസ്തു. യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അനോയിന്റഡ് വൺ, അഭിഷിക്തൻ. ഫോർ വാട്ട്? എന്തിനു വേണ്ടിയുള്ള അഭിഷേകം? പുത്രനെ ഇപ്പൊ അഭിഷേകം ചെയ്ത് എന്തോ എടുക്കാനായിട്ടാ? അവിടെ ഉപവാസ പ്രാർത്ഥന വല്ലതും ഉണ്ടോ? 40 days ഫാസ്റ്റിംഗ് നടക്കാണോ ഒരു പുതിയ അഭിഷേകമൊക്കെ മേടിച്ചുകൊണ്ട് പോരാൻ അവിടെ? Praise the Lord. അപ്പൊ പിന്നെ എന്തിനായിരിക്കണം? നമ്മുടെ കണക്കുകളൊക്കെ എത്രയോ അപ്പുറമാണ് പ്രിയരെ. നീ എൻ്റെ പുത്രൻ, ഭൂമിയിലെ ദൈവാധിപത്യ സ്ഥാപനത്തിനായുള്ള പ്രത്യേക അഭിഷേകം നിന്റെ മേൽ തന്നിരിക്കുന്നു. അതാ സങ്കീർത്തനം 2:7 നമുക്ക് കിട്ടിയിരിക്കുന്നു. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ അപ്പച്ചന്മാര് പറഞ്ഞനുസരിക്കുന്ന വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറാൻ പറ്റുകയില്ല. പ്രിന്റിങ്ങിനകത്ത് ഒരു അക്ഷരം തെളിഞ്ഞിട്ടില്ലെങ്കിൽ അതുപോലും തെളിയിച്ചിടാൻ നമുക്ക് അനുവാദമില്ല. കാരണം വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറ്റരുന്ന പ്രമാണം ശരിയല്ലേ? പ്രമാണം ഉള്ളതുമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇങ്ങനെയാണ് പല വാക്യത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കും. പക്ഷെ അതല്ലല്ലോ അതിന്റെ കാര്യം. ഞാൻ പറയാം. ഈ എബ്രായ ഭാഷ എന്നുള്ള പരിഭാഷ ഗ്രീക്കിലേക്ക് വന്നപ്പോൾ ഇത്രമേൽ അർത്ഥതലങ്ങൾ വിശാലമായി കിടക്കുന്ന ഭാഷയിൽ നിന്നും ഒരു ജാതീയ ഭാഷയായ ഗ്രീക്കിലേക്ക് അത് പരിഭാഷപ്പെടുത്തി വന്നപ്പോൾ എബ്രായ ഭാഷയുള്ള അർത്ഥത്തിന്റെ 40% ഗ്രീക്കിലേക്ക് വന്നിട്ടുള്ള അർത്ഥം. അതുപോലും അറിയാൻ വയ്യാതാണ്. ഒന്ന് പറയും, രണ്ടാമത്തെ ഗ്രീക്കിൽ ഇങ്ങനെയാന്ന് പറഞ്ഞ് നമ്മൾ ഈ ചാടുന്നത്. സ്തോത്രം. എനിക്ക് ഒരു കാലത്ത് ഗ്രീക്കായിരുന്നു വലിയ ഭ്രാന്ത്. പിന്നെ കുറെ കൂടെ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായാണ് ഇത് വേറെ വഴിയാണല്ലോ പോകുന്നതെന്ന്. സ്തോത്രം.
എന്ത് കഷ്ടപ്പെട്ടാന്നറിയാമോ? ഗ്രീക്കും മലയാളം ഡിക്ഷണറി തന്നെ ഞാൻ തപ്പി വാങ്ങിക്കുന്നത്, ബന്ധപ്പെട്ടത് 72 പ്രിന്റ് ചെയ്ത ഗ്രീക്ക് മലയാളം ഡിക്ഷണറിയാണ് ഞാൻ അന്വേഷിച്ച് എന്റെ കയ്യിലാക്കിയത്. സ്വോത്രം. ഗ്രീക്ക് മലയാളം ഡിക്ഷണറി, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി പോലെ തന്നെ കിട്ടിയതാ ഗ്രീക്ക് മലയാളം ഡിക്ഷണറി. പ്രത്യേകിച്ച് ബിബ്ലിക്കൽ ഡിക്ഷണറി, അതാനേക്കാൾ രസം. പക്ഷെ മനസ്സിലായി, അതിനകത്ത് പറയുമ്പോൾ ഒന്നും അല്ല ഇവിടെ. വേദപുസ്തകത്തിന്റെ തനതായ ഭാഷ എന്ന് മനസ്സിലായതിലൂടെ എല്ലാത്തിലൂടെ സലാം പറഞ്ഞ് ഈ ഒരു രീതിയിൽ ദൈവജനം പിന്നീട് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ഇതിന്റെ ആഴമൊക്കെ പിടികിട്ടാൻ തുടങ്ങി. കണ്ടോ? അതാ ഞാൻ പറയുന്നത്, എബ്രായ ഭാഷ എന്നുള്ള പരിഭാഷ ഗ്രീക്കിലേക്ക് വന്നപ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥതലങ്ങളിൽ നിന്നുള്ള 40% മാത്രമേ ഗ്രീക്കിൽ വന്നിട്ടുള്ളൂ. അതിന്നല്ല ഇംഗ്ലീഷിലേക്ക് പോയത്. ആ 40 ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ പോയത്. അവിടെ നിന്നാണ് മലയാളത്തിലേക്ക് വന്നത്. ഇനി നിങ്ങൾ ആലോചിച്ചിട്ട് പറ, നമുക്ക് എത്ര ശതമാനം കിട്ടിക്കാണും? അതും വെച്ചോണ്ടാണ് നമ്മൾ ഈ മർമ്മങ്ങൾ മുഴുവൻ വെച്ചലക്കുന്നത്. സ്തോത്രം. ഇന്ന് പകൽ ദൈവം എനിക്കൊരു വചന വെളിപ്പാട് തന്നെന്ന് പറഞ്ഞു എഴുന്നേൽക്കുന്നേ. ഓക്കെ, വെരി ഗുഡ്. കിട്ടിയവരത് പറയട്ടെ. ആക്ഷേപിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഒരു വാക്യമുണ്ട്, സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നെന്ന്. ഇതെല്ലാം കണ്ടേച്ച് ഓരോന്ന് കാട്ടിക്കൂട്ടുന്ന കാണുമ്പോൾ തമ്പുരാൻ ചിന്തിക്കുക, എന്റെ ദൈവമേ, ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞാണ് ഇവന്മാർ എന്റെ പേര് കിടന്നുകൊണ്ട് ഈ ചാട്ടമെല്ലാം ചാടുന്നതെന്ന് പലപ്പോഴും തമ്പുരാൻ സ്വർഗത്തിരുന്നത് കണ്ടിട്ട് ചിരിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും സംഗീതക്കാരൻ അങ്ങനെ എഴുതിയത്, സ്വർഗത്തിലിരിക്കുന്നവൻ ചിരിക്കുന്നു. ഞാൻ വെറുതെ പറഞ്ഞല്ല, അതിന്റെ വലിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾ നോക്കിക്കേ. യോഹന്നാൻ 1:1 പറഞ്ഞേ, കാണാതെ പറഞ്ഞേ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. എന്താ എബ്രായ ഭാഷ വന്നപ്പോ ബർഷീത് ഹയത്ത് ഹദ്ദവാ ഗിംഹ അദ്നായ്, അതാണ് ഹീബ്രു. സ്തോത്രം. അത് ഗ്രീക്കിലേക്ക് കൊണ്ടുപോയ പോക്കും അത് വിവരമില്ലാത്ത സായിപ്പ് കാണിച്ചു വെച്ചാൽ അതിനേക്കാൾ നല്ല രൂപത്തിൽ. കണ്ടോ? ബർഷീത് ആദിയിൽ. ഉൽപ്പത്തി 1:1 അങ്ങനെ തന്നെയാണ്. ബർഷീത് ഹയത്ത് ഹദ്ദവാ ഗിംഹ അദ്നായ്, അതാണ് യോഹന്നാൻ 1:1. അത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നല്ല. സ്തോത്രം. അത് ഗ്രീക്കുകാരൻ അതെടുത്ത ഇൻ ദ ബിഗിനിങ് ലോഗോസ് ഉണ്ടായി എന്നാക്കി. അത്രയും പോലും വെളിവില്ലാത്ത സായിപ്പ് അത് എഴുതി ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ്. ഓ, കണ്ടോ? നിങ്ങൾ വിചാരിക്കുക എനിക്ക് സായിപ്പിനോട് ഇംഗ്ലീഷിലൊക്കെ വെറുപ്പായിട്ടാ? നോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഷയാണ് ഇംഗ്ലീഷ്, അറിയാമെങ്കിലും. സ്തോത്രം. നോക്കിക്കേ, അതല്ല. ആദിയിൽ ദൈവപുത്രൻ ഉണ്ടായിരുന്നു, ദൈവപുത്രൻ ദൈവത്തോടു കൂടെയായിരുന്നു, ദൈവപുത്രൻ ദൈവമായിരുന്നു. അതാ എഴുതേണ്ടത്. സ്തോത്രം. ഗ്രീക്കുകാരൻ അത് ലോഗോസ് എന്നാക്കി, സായിപ്പ് അത് വേർഡുവാക്കി. സ്തോത്രം. നമുക്ക് വന്നപ്പോൾ ആദ്യം വചനമുണ്ടായിരുന്നു. ഓ അല്ലേ? നമുക്കിപ്പൊ തന്നെ കേൾക്കുമ്പോ ഒരു കുളിർമ. വചനമൊന്നല്ല, ആദിയിൽ ദൈവപുത്രൻ ഉണ്ടായിരുന്നു. ദൈവപുത്രൻ ഇല്ലാതിരുന്നൊരു കാലമില്ല, ദൈവപുത്രൻ ഇല്ലാതാകുന്ന കാലവുമില്ല. കണ്ടോ? അവൻ നിത്യനാണെന്നുള്ള ദൈവത്തിന്റെ അസ്തിത്വം തെളിയിക്കുന്ന ഒരു വാക്യമല്ലേ അത്? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? ആദിയിൽ വചനമുണ്ടായിരുന്നു എന്നല്ല, ആദിയിൽ ദൈവപുത്രൻ ഉണ്ടായിരുന്നു, ദൈവപുത്രൻ ദൈവമായിരുന്നു, ദൈവപുത്രൻ ദൈവത്തോടു കൂടെയായിരുന്നു. അങ്ങനാണ് ആ വാക്യം പറയേണ്ടത്.
സ്തോത്രം. ഇംഗ്ലീഷുകാരൊക്കെ വേദത്തോട് ചെയ്ത ചില കാര്യങ്ങളൊക്കെ ചില ഭാഗത്തൊക്കെ വളരെ നമ്മളെ ത്രില്ലടിക്കുന്ന രീതിയിൽ പരിഭാഷപ്പെടുത്തിരിക്കുമ്പോൾ തന്നെ ഒരുപാട് ദോഷങ്ങളും ഇവർ വരുത്തി വെച്ചു. അതിൽ അവരെ ഒരു പരിധിക്കുള്ള കുറ്റം പറയാനൊക്കെ അല്ല. കാരണം പരിഭാഷ നിർവഹിക്കുന്ന കാലത്ത് ഇംഗ്ലീഷ് ഭാഷ അതിന്റെ ശൈശവദശയിൽ നിൽക്കുക. ആ ഭാഷ വളർന്നിട്ടില്ല. കണ്ടോ? ഞാൻ എന്റെ പിതാവിനുള്ളത് ഇരിക്കേണ്ടതല്ലേ എന്നുള്ളത് സാഹിബ് പരിഭാഷപ്പെടുത്തി വെച്ച് ഐ ഹാവ് ടു ഡു മൈ ഫാദേഴ്സ് ബിസിനസ് എന്നാക്കി. വേദോസം പറഞ്ഞത് എന്താ? അവരെഴുതി വെച്ചത് എന്താ? അങ്ങനെ തന്നെ ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്. ഹാവ് ടു ഡു മൈ ഫാദേഴ്സ് ബിസിനസ്. ഞാൻ എന്റെ പിതാവിനുള്ളത് ഇരിക്കേണ്ടതല്ലയോ എന്നുള്ള മലയാളത്തിലെ ഇതിന്റെ ഇംഗ്ലീഷ് നോക്കൽ ഇങ്ങനെയാണ്, ഹാവ് ടു ഡു മൈ ഫാദേഴ്സ് ബിസിനസ്. ഞാൻ പറഞ്ഞു വന്നത് അതിന്റെ റൂട്ട് വേർഡിലേക്ക് വരാതെ ഡീവിയേറ്റ് ചെയ്ത് പോയപ്പോൾ വന്ന ദോഷം വളരെ ഭയങ്കരമായി പോയി. എന്ന് ഓർപ്പിച്ചല്ലോ. ഇവിടെയെല്ലാം നമ്മുടെ മലയാള ഭാഷ കുറെ കൂടെ ചില വാക്യങ്ങളൊക്കെ മറ്റ് ഭാഷയിൽ പരിഭാഷപ്പെടുത്തി കിട്ടിയിരിക്കുന്നതിനേക്കാൾ, എല്ലാ വാക്യങ്ങളും അല്ല, ചില വാക്യങ്ങൾ അതിന്റെ മൂലഭാഷയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ഭാഷയായിട്ട് മലയാളം നമുക്ക് കാണാൻ പറ്റും. സ്തോത്രം. അതിന്റെ ഒരു പരിധി വരെ യഹൂദൻ ഈ മലയാള ദേശത്ത് വന്ന് പാർത്തതും കാരണമായിട്ടുണ്ട്. യഹൂദൻ ലോകം മുഴുവൻ ചിതറിപ്പോയപ്പം നമ്മുടെ നാടും അവർക്ക് അഭയം കൊടുത്തല്ലോ, അല്ലേ? കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും തൃശ്ശൂരും മാള ഈ ഭാഗത്തൊക്കെ ധാരാളം യഹൂദന്മാർ വന്ന് താമസിച്ചത് നമുക്ക് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം പിമ്പിലും ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ രഹസ്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭാഷയുടെ ഘടന അത് ഞാൻ ഓർപ്പിച്ചല്ലോ. മലയാള ഭാഷയ്ക്കും ഏറെക്കുറെ ഞാൻ ഈ പറഞ്ഞ മോർഫോളജിയും സിൻടാക്സും സെമാൻറ്റിക്സും ഒക്കെ ഒരുപാട് ബാധകമായ ഭാഷയാണ് നമ്മുടെ മലയാള ഭാഷയും. പക്ഷെ ഏറ്റവും വൈഡായിട്ട് കിടക്കുന്നത് ഹീബ്രുവിലാണെങ്കിലും മലയാളത്തിന് ഉണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞ ഏറെക്കുറെ സ്ട്രക്ചറുകളൊക്കെ. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ദൈവകൃപയിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഭാഷയ്ക്കും ഒരു ശുദ്ധീകരണവും ഒരു വ്യത്യാസവും ഒക്കെ ഉണ്ടാകണം. സ്തോത്രം. ആത്മാവ് പറഞ്ഞ് സ്റ്റേജിൽ കിടന്ന് കത്തി തിമിർത്ത് ദൂത് പറഞ്ഞേച്ച് താഴെ ഇറങ്ങുമ്പോൾ ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്ന അഭിഷിക്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റേജ് ഭയങ്കര കത്തല, ആത്മീയന് ചേർന്നതല്ലിത്. മനസ്സിലാകുന്നുണ്ടോ? പത്രോസിനോട് പറഞ്ഞില്ല, നിന്റെ ഉച്ചാരണം നിന്നെ വെളിവാക്കുന്നു. നമ്മുടെ സംഭാഷണം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കൃപയോടുകൂടി ഉപ്പിന രുചി വെച്ച് വാരിക്കട്ടെ എന്ന് പറയുമ്പോൾ സുഖിപ്പിക്കുന്ന വാക്കുകൾ മാത്രം പറയണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയല്ല. നമ്മുടെ ഭാഷയ്ക്ക് ദൈവമക്കളായതുകൊണ്ട് നമ്മൾ പറയുന്ന ഭാഷയ്ക്കൊരു നിലവാരം ഒക്കെ ഉണ്ടാകണം. അളിഞ്ഞ ഭാഷ ഒന്നും പരമാവധി ഉപയോഗിക്കാതിരിക്കുക. കാരണം നമ്മള് ദൈവരാജ്യമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ രാജകീയ പദവി നിൽക്കുന്നവരല്ലേ. നമ്മുടെ ഭാഷ അതുപോലെ ഇരിക്കണം. നിങ്ങൾ മുമ്പ് ഓർക്കുന്നുണ്ടോ, EK നായനാര് കേരളം ഭരിക്കുന്ന കാലത്ത് ഒരു സ്ത്രീ പീഡത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ EK നായനാർ ഉപയോഗിച്ച ഒരു വാക്ക് അദ്ദേഹത്തിന്റെ കസേര തന്നെ മറിച്ചിടാൻ പര്യാപ്തമായി. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത്? സ്ത്രീ ഉള്ളിടത്ത് സ്ത്രീ പീഡനം നടക്കുന്നാ പറഞ്ഞു. അത്രേ പറഞ്ഞു, എന്താ ജീത്തെന്തറിയൊന്നും പറഞ്ഞില്ല. സ്ത്രീ ഉള്ളിടത്ത് സ്ത്രീ പീഡനം നടക്കും സമ്മതിച്ചു. പക്ഷെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഒരു ഉത്തരവാദിത്വമില്ലാതെ പറയാൻ പറ്റുന്ന ഒരു വാക്കായിരുന്നില്ല അദ്ദേഹം ഉപയോഗിച്ചത്. ഇപ്പൊ ക്ലിയർ ആയോ?
ഒരു മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന നിരീശ്വരവാദി, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരിക്കലും അങ്ങനത്തെ ഒരു പ്രയോഗം ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിച്ച് ദൈവത്തിന്റെ പദ്ധതിക്കും ദൈവരാജ്യത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ആ രാജകീയ അഭിഷേകം നമ്മുടെ മേൽ ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവ പൈതൽ, അവന്റെ ഭാഷ, രീതികൾ, ഇടപാടുകൾ എല്ലാം ആ നിലവാരം വെളിപ്പെടുത്തുന്നതായിരിക്കണം. ഞാൻ അല്പം നമ്മുടെ വിഷയത്തിന് മാറിയാണ് ഇപ്പൊ പറയുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ബാക്കി പറയാനുള്ള സാധനം ഇല്ലാത്തതെല്ലാം അതെ നോട്ട്ബുക്കിന്റെ മുമ്പ് ഇരിപ്പുണ്ട്. ഞാൻ ഇതൊന്ന് പറഞ്ഞേച്ചാ ബാക്കി പറയുന്നു. പുള്ളി ഇന്ന് പോയിന്റ് നിന്ന് വിട്ടുപോയി നിങ്ങൾ പറയുന്നല്ലേ ഉള്ളൂ. അത് പറഞ്ഞു, കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതും പറയാനൊക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഭാഷ വളരെ സൂക്ഷിക്കണം, വളരെ ശ്രദ്ധിക്കണം. ആത്മീയന് യോജിക്കാത്ത രീതിയും ശൈലിയും കാര്യങ്ങളും പ്രയോഗങ്ങളൊന്നും പരമാവധി എന്നല്ല ഉപയോഗിക്കാൻ പാടില്ല. എങ്ങനെയും ആകാം, എന്തും ആകാം, നോ. ആ രീതി ഒരു ആത്മീയന് ചേർന്നതല്ല. പൗലോസ് പറയുന്നത് പോലെ ഈ ലോകത്തോട് അനുരൂപമാകാതെ thou shalt not be conformed to this world. ഈ ലോകവുമായിട്ട് ഒരിക്കലും നമ്മൾ താതാത്മ്യം പ്രാപിച്ച് നമ്മൾ പോകാൻ പാടില്ല. മനസ്സിലാകുന്നുണ്ടോ? അതിനകത്ത് ലോകത്തെ അകറ്റി നിർത്തണം എന്നുള്ള അർത്ഥത്തിലല്ല, അതല്ല ഉദ്ദേശിച്ചത്. പൗലോസ് പറഞ്ഞ ദുർനടപ്പുകാരുടെ സംസർഗം വരുന്നത് ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചു. അത് ഈ ലോകത്തിലെ ദുർനടപ്പുകാരോടല്ല. അങ്ങനെയൊക്കെ നിങ്ങൾ ഈ ലോകം വിട്ടു പോകേണ്ടതായിട്ട് വരും. എന്നാൽ സഹോദരന്റെ പേർ പറയപ്പെട്ടവൻ ദുർനടപ്പുകാരാ നടക്കുന്നുവെങ്കിൽ അവനോടുകൂടെ ഭക്ഷണത്തിന് ഇരിക്കുക പോലും അരുത്. കണ്ടോ? അപ്പോൾ ഞാൻ ആ പറയുന്ന ആശയത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളാവും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഒരു ദൈവപൈതലിന്റെ ഭാഷ, രീതികൾ, ഇടപാടിലൊക്കെ ഒരുപാട് വ്യത്യാസം. അവൻ ദൈവകൃപയിലാണെന്നുള്ള തെളിവാണ്. ഭാഷ കേട്ടാൽ അറിയാം, സംസാരിക്കുന്ന കേട്ടാൽ അറിയാം. സ്തോത്രം അല്ലേ? സക്കായി പറഞ്ഞില്ലേ, ചതിവായി വല്ലതും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി ഞാൻ മടക്കി കൊടുത്തുകൊള്ളാം. ഒരു ചുങ്കക്കാരന്റെ നാവിൽ നിന്ന് ഒരിക്കലും വരാൻ സാധ്യതയില്ലാത്തൊരു പദം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ ചുങ്കക്കാരന്റെ വായിന്ന് താഴെ വീണു എന്നതുപോലെ ഉദാഹരണമായി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ ഒരു ആത്മീകന്റെ ഭാഷയും രീതികളും കാര്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കണം. അത് കേട്ടാൽ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്നുണ്ട്. ആവശ്യം പോലെ ആത്മീക വാർത്തനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടാൻ പാടില്ല. ദൈവജനം സംസാരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, അന്യഭാഷ പറയുന്ന നമ്മുടെ നാവിൽ നിന്ന്, ഒരേ ഉറവിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടരുത് എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. ഞാൻ ആ ഭാഷയുടെ 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ സബ്ജക്റ്റ് അവസാനിപ്പിക്കുവേ. കാരണം അതിന് ശേഷം എനിക്ക് നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണെന്നുള്ള പോലിലേക്ക് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് ഇതൊരു സംശയ നിവാരണം എന്നല്ലേ വന്നപ്പോൾ ഒത്തിരി വൈഡായിട്ട് അത് പറഞ്ഞതിനകത്ത് എനിക്ക് തോന്നി ഇത് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. ഈ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത്തെ വാക്യവും സെഖരിയ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത് വാക്യവും സെഖരിയ പ്രവചനം 14-ാം അധ്യായത്തിന്റെ 9-ാമത് വാക്യവും. എടുത്തില്ല? ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാമത് വാക്യം ആരും വായിക്കാനില്ല? ഇസ്രായേലെ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, ഏകൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ സ്നേഹിക്കുക. അന്നാളിൽ യഹോവ ഏകനും അവന്റെ നാമം ഏകവുമായിരിക്കും. മതി. ഈ 2 ഭാഗത്തും
ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? യഹോവ ഏകൻ തന്നെ. യഹോവ ഏകൻ തന്നെ. അതെന്തിനാ ദൈവം എപ്പോഴും ഞാൻ ഏകനാന്ന് പറയുന്നത്? മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ. നമ്മുടെ സഭയിലൊക്കെ പറയാനുള്ള അമ്മച്ചിമാരുടെ പറയല്ലേ, മോനെ പ്രത്യേകം പ്രാർത്ഥിക്കണം, ഞാൻ ഒറ്റയ്ക്കാ താമസിക്കുന്നത്, കർത്താവ് അല്ലാതെ വേറെ ആരും എൻ്റെ കൂടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ എന്ന് പറയല്ലേ? അങ്ങനെ പറയുന്നതാണോ ഇത്? ഞാൻ ഏകൻ അല്ലേ? എന്തിനാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്? സ്തോത്രം. ഞാൻ ഏകനാണ് എന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാര്യം, ഞാൻ വേഗം പറയാം, സമയം വളരെ മുന്നോട്ട് പോകും. അതിൽ ഒരു കാര്യം, ഈ ദൈവത്തിന് നമ്മളെക്കുറിച്ച് നല്ലൊരു ധാരണയുണ്ട്, നല്ലൊരു അറിവുണ്ട്, നമ്മളെക്കുറിച്ച് നല്ലൊരു അവഗാഹം ദൈവത്തിന് നന്നായിട്ടുണ്ട്. അതിൽ ഈ ദൈവത്തിന് അറിയാൻ, നമുക്ക് ദൈവത്തെക്കുറിച്ച് അധികം ഒന്നും അറിയത്തില്ല. ദൈവത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല എന്നുള്ള അറിവ് ദൈവത്തിന് നമ്മളെക്കുറിച്ചുണ്ട്. ഞാനത് വെറുതെ പറഞ്ഞല്ല, പുസ്തകത്തിൽ തന്നെ ഒരാളെ ചൂണ്ടിക്കാണിക്കാം, അപ്പൊ നിങ്ങൾക്ക് പിടി കിട്ടും. വിശുദ്ധ തിരുവഴുത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പുസ്തകവും ആദ്യത്തെ പുസ്തകവും ഇയ്യോബിന്റെ പുസ്തകമാണ്. നമുക്ക് നന്നായിട്ട് അറിയാം, ഇയ്യോബും ദൈവവും തമ്മിലുള്ള ആ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര സുദൃഢമായ ബന്ധമാണ്. അവർ തമ്മിലുള്ള സംഭാഷണമോ അത് അതിനേക്കാൾ ഡീപ്പ്. അത്ര അടുത്തിടപഴകുന്ന വ്യക്തികളായിരുന്നു ഇയ്യോബും ദൈവവും തമ്മിൽ. പക്ഷെ ആ ഇയ്യോബ് പറയാണ്, എനിക്ക് അവനെ കുറിച്ച് ഒരു കേൾവി മാത്രമേ ഉള്ളൂ. ഹിയർസേ. എനിക്ക് ദൈവത്തെ കുറിച്ച് ഒരു കേൾവി മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഇത്രയും നാൾ ഒരുമിച്ച് ഈ കൂട്ടായ്മ ബന്ധം അനുഭവിച്ച ഇയ്യോബ് പറയാ, എനിക്കൊരു കേൾവി മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച വിശ്വാസി വന്നവൻ പറയുന്നു, കഴിഞ്ഞ 1 മാസം കൊണ്ടാണ് ഞാൻ എൻ്റെ കർത്താവിനെ നന്നായിട്ട് അറിഞ്ഞത്. എന്തോന്നറിഞ്ഞ്? സ്തോത്രം. ഇന്നേക്ക് 10 വർഷം മുമ്പാണ് ഞാൻ എൻ്റെ കർത്താവിനെ അറിഞ്ഞത്. എന്തോന്ന് അറിഞ്ഞെന്ന് എൻ്റെ ചോദ്യം. ഒന്നും അറിഞ്ഞിട്ടില്ല. ആണ്ട് ഇയ്യോബ് പറയുന്നു, എനിക്കൊരു കേൾവി മാത്രമേ ഉള്ളൂ. കണ്ടോ? അവര് തമ്മിലുള്ള ചോദ്യോത്തരങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയ പുസ്തകത്തിൽ ചെറുത് വല്ലതാണോ? ആ ഇയ്യോബ് പറയും, എനിക്കൊരു കേൾവി മാത്രമേ ഉള്ളൂ, അത് കൊള്ളുന്നു എനിക്കറിയാൻ പറ്റുന്നില്ല. ജസ്റ്റ് എ ഹിയർസൈ, ഒരു കേൾവി മാത്രം. ഇപ്പോഴും എന്റെ കണ്ണാ നിന്നെ കാണും. വെരി ഗുഡ്. 42:5. എനിക്ക് നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മടങ്ങി വരുന്നു. ദൈവം എന്തിനാണ് ഞാൻ ഏകനാണെന്ന് പറയുന്നത്? നിങ്ങൾ ആ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാമത് വാക്യം, സെഖര്യാപുരം 14-9 വാക്യം, റെഫറൻസ് കിട്ടാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിക്കണം. യാഹുവേ എലോഹീം എഖാദ്. കണ്ടോ? ഹീബ്രു പറയുമ്പോൾ തൊണ്ട തുറന്ന് പറയണം, അതിനെ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു. യാഹുവേ എലോഹീം എഖാദ്. യാഹുവേ എലോഹീം എഖാദ്. എന്താണ് ഇതിനർത്ഥം? യഹോവയായ ഞാൻ ഏകൻ തന്നെ. എഖാദാണ് അർത്ഥം. പറയാം, എന്താണ് എഖാദ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം ഒരു കാര്യം പറയുമ്പോൾ കോണ്ടെക്സ്റ്റ് ഇല്ലാതെ പറയത്തില്ല. കാര്യകാരണ സഹിതം മാത്രമേ പറയുള്ളൂ. നമ്മളെ പോലെ പാഴ്വാക്ക് പറയുന്നവനല്ല.
നമുക്കവിടെ ആ കോണ്ടസ്റ്റ് ഒന്ന് നോക്കാം. യഖാദ് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് എവിടാണെന്ന് നോക്കണം. അത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം എന്ന് പറയുന്നിടത്താണ് യഖാദ് എന്ന പദം ആദ്യം ഉപയോഗിച്ചിരിക്കുന്നത്. കണ്ടോ? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ. താങ്ക് യു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം എന്ന് പറഞ്ഞിരിക്കുന്ന ഇടത്താണ് യഖാദ് എന്ന പദം നാം ആദ്യമായി വിശുദ്ധ തിരുവെഴുത്തിൽ കാണുന്നത്. സന്ധ്യ ഉഷസ്സുമായി 1-ാം ദിവസം, അതിനെന്ത്? അത് യഖാദ് തമ്മിൽ എന്താണ് ബന്ധം, അല്ലേ? പറയാം. ഈ സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം എന്ന് പറയുമ്പോൾ വെറുതെ അങ്ങ് പറയുകയല്ലത് ആ യഖാദ് എന്ന പദം കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്. ഒരു ദിവസത്തെ സൃഷ്ടിച്ച രീതിയും അത് സൃഷ്ടിച്ച ദൈവത്തെയും കുറിച്ച് പറയുന്ന പദമാണത്. ഒന്നുകൂടെ പറയാം. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം എന്ന് പറയുന്ന ആ വാചകത്തിന്റെ പ്രയോഗം മൂലഭാഷയിൽ യഖാദ് എന്ന പദം അവിടെ ഉപയോഗിക്കുമ്പോൾ കേവലം സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം എന്ന് പറഞ്ഞു വിടുകയല്ല, മറിച്ച് സന്ധ്യയും പിന്നീട് ഉഷസ്സും വരുന്ന ഒരു ദിവസത്തെ സൃഷ്ടിച്ച രീതി എങ്ങനെയാണെന്നും അത് സൃഷ്ടിച്ച ദൈവം ആരാണെന്നും അല്ലെങ്കിൽ ദൈവത്തെയും കുറിച്ചും ഒറ്റ വാക്കിൽ പറയുന്നതിന് ഉപയോഗിക്കുന്ന പദമാണത്. സ്തോത്രം. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോക്കണേ, നമുക്ക് ആ വാക്ക് നോക്കാം. ദൈവം ആ ഒരു ദിവസം സൃഷ്ടിച്ച രീതിയും അത് സൃഷ്ടിച്ച ദൈവത്തെയും കാണിക്കാനാണ് ആ പദം അവിടെ ഉപയോഗിച്ചത്. എങ്ങനെയാണ്? സന്ധ്യയായി, പിന്നെ പറയുന്നു ഉഷസ്സുമായി. സന്ധ്യ ഇരുൾ അല്ലെങ്കിൽ രാത്രി, അല്ലേ? അവിടെ പറയുന്നു ഉഷസ്സുമായി എന്ന് പറഞ്ഞ പിറ്റേ ദിവസം പ്രഭാതവും വന്നു എന്നുള്ള അർത്ഥത്തില്ല. ഒരു ദിവസത്തിന്റെ ആ സ്ട്രക്ചർ എങ്ങനെയാണ്, രാവും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അത് സൃഷ്ടിച്ച രീതിയും അത് സൃഷ്ടിച്ച ദൈവത്തെയും കുറിച്ചാണ് പറഞ്ഞത്. സന്ധ്യയായി എന്ന് പറഞ്ഞ സന്ധ്യയായി എന്ന് പറഞ്ഞ അർത്ഥം അറിയാമോ? ഇരുളെ, രാത്രിയെ, നീ വാ ഇവിടെ വരെ, ഇവിടെ വരെ, ഇവിടെ വരെ, ഇവിടെ വരെ. അപ്പുറത്തോട്ട് ഒരു ഇഞ്ച് അനങ്ങരുത്. ചുമ്മാ സന്ധ്യയായി നല്ല എന്നർത്ഥം. സന്ധ്യ വിളിക്കുക, വാ, സന്ധ്യ നീ വാ. പക്ഷെ ഇവിടം വരെ വരാം, അവിടുത്തെ ഒരു ശകലം പോലും ഇങ്ങോട്ട് കടക്കരുത്. അതാണ് ഇരുളെ, സന്ധ്യയെ നീ വാ, ഇവിടെ വരെ മാത്രം. അവിടെ ഒരു ശകലം പോലും ഇങ്ങോട്ട് കരുത, അവിടെ നിൽക്കണം. ഉഷസ്സിനെ വിളിക്കുന്നു, ഉഷസ്സേ, പകലെ നീ വാ ഇവിടെ വരെ. കണ്ടോ? 2-3 ഇങ്ങനെ നിൽക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ വന്നിക്കണം. സ്തോത്രം. എന്ത് മനസ്സിലായി? പകലും രാത്രിയും രണ്ടും രണ്ട് എതിർ ദിശയെ സഞ്ചരിക്കുന്നവരല്ലേ? അതെ. അതിനെ രണ്ടിനെയും വരുത്തി ഒരു നിശ്ചിത ക്രമത്തിൽ കൊണ്ടുവന്ന് ഫങ്ഷൻ ചെയ്യിക്കാൻ കഴിയുന്ന ഞാൻ ഏകനാകുന്നു. സ്തോത്രം.
എതിർദിശയിൽ സഞ്ചരിക്കുന്ന, ഇരുളും വെളിച്ചം നമ്മൾ ഒരിക്കലും അടുക്കാതെ കൊണ്ട് എതിർദിശയിൽ സഞ്ചരിക്കുന്ന ഈ ഇരുളിനെയും പകലിനെയും കൊണ്ടുവന്ന് ഒരു നിശ്ചിത അളവിൽ ക്രമത്തിൽ കൊണ്ടുവന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യാതെ വണ്ണം അതിന്റെ ക്രമത്തിൽ കൊണ്ട് നിർത്തി. കണ്ടോ? ക്രമത്തിൽ കൊണ്ടുവന്ന് ക്രമീകരിച്ച് നിർത്തിയിരിക്കാൻ കഴിയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഞ്ച് പോകാതെ വണ്ണം ക്രമപ്പെടുത്തി നിർത്തിയിരിക്കുക. യൂണിഫയർ, സംയോജിപ്പിച്ച് നിർത്തുക. അങ്ങനെ ചെയ്യുന്ന ഞാൻ യക്കാതാകുന്നു. സ്തോത്രം. കണ്ടോ? അങ്ങനെ ഒരുമിപ്പിക്കാൻ കഴിയുന്നവൻ, സംയോജിപ്പിക്കാൻ കഴിയുന്നവൻ യക്കാദ്. സ്തോത്രം. ഇനി ഒരിക്കലും അടുത്തു വരികയില്ലെന്ന്, ഒരിക്കലും സംയോജിച്ചു വരികയില്ലെന്ന്, ഒരിക്കലും അതിനൊരു ക്രമീകരണം വരികയില്ലെന്ന്, ഒരിക്കലും ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകില്ലെന്ന്, ഒരിക്കലും ഇതെന്ന് ഒന്ന് ഓർഡറിൽ കൊണ്ടുവരാൻ പറ്റുകയില്ല എന്ന്, ഒരിക്കലും ആവശ്യം ഒന്ന് ക്രമപ്പെടുത്താൻ കഴിയുകയില്ല എന്ന് ഞാനോ നിങ്ങളോ ചിന്തിക്കുന്നുവെങ്കിൽ മറക്കരുത്. തമ്പുരാൻ പറയാണ് യക്കാദ്. കണ്ടോ? എന്നും പാഴും ശൂന്യമായി ഇങ്ങനെ തന്നെ കടന്നു പോകുമെന്ന് ചിന്തിച്ച ഭൂമിയെ അതിനു വേണ്ടുന്ന ക്രമീകരണം വരുത്തി, ഇരുളിനെ വിളിച്ചു വരുത്തി ഇവിടം വരെ വരണമെന്നും, വെളിച്ചത്തെ വിളിച്ചു വരുത്തി ഇവിടം വരെ വരണമെന്നും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്യാതെ വണ്ണം അതിനെ നിശ്ചിത ക്രമത്തിൽ കൊണ്ടുവന്ന് സംയോജിപ്പിച്ച് നിർത്താൻ കഴിയുന്ന ഞാൻ യക്കാദാകുന്നു. സമയം പോയി ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ചുമ്മാതെ ഞാൻ ഏകനാന്ന് പറഞ്ഞല്ല. അവിടാണ് ആദ്യമായിട്ട് ഞാൻ ഏകനാണെന്ന് യക്കാദ് എന്ന പദം കാണുന്നത്. അവിടെ ഉപയോഗിച്ച രീതിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും സംയോജിക്കയില്ല എന്ന് ചിന്തിച്ചതിനെ, ഒരിക്കലും ക്രമപ്പെടുകയില്ല എന്ന് ചിന്തിച്ചതിനെ, ഇതൊരിക്കലും ഒന്ന് യഥാസ്ഥാനപ്പെടുകയില്ല എന്ന് ചിന്തിച്ചതിനെ, ഇതിങ്ങനെ പാഴ് ശൂന്യമായി കടന്നു പോകുകയുള്ളൂവെന്ന് ലോകം വിധി എഴുതിയതിന്റെ മേൽ ക്രമീകരണം വരുത്തി അതിനെ സിസ്റ്റമാറ്റിക്കലായി കൊണ്ടുപോകാൻ കഴിയുന്നവന്റെ പേരാണ് യക്കാദ്. ഞാൻ ഏകനാകുന്നു. സ്തോത്ര. പദത്തിന്റെ അർത്ഥവ്യാപ്തി ഭയങ്കരമാണ്. സമയം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ, പ്രൈസ് ദി ലോർഡ്, അങ്ങനെ പറയാൻ എൻ്റെ ഉള്ളിൽ പ്രേരണ തരുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു കാരണവശാലും ഇങ്ങനെ ഇത് പാഴായും ശൂന്യമായിട്ടും പോവുകയുള്ളൂ എന്ന് ലോകം വിധി എഴുതിയ ഇടങ്ങളിലൊക്കെ ചിലതിനൊക്കെ വിളിച്ചു വരുത്തി, വരാൻ സാധ്യതയില്ലാത്തതിനെ വിളിച്ചു വരുത്തി, രണ്ട് ധ്രുവങ്ങളിൽ നിന്നും വിളിച്ചു വരുത്തി ഒരേ ക്രമത്തിൽ കൊണ്ടുവന്ന് സംയോജിപ്പിച്ച് യഥാസ്ഥാനപ്പെടുത്താൻ കഴിയുന്നവന്റെ പേരാണ് യക്കാദ്. ഞാൻ ഏകനാകുന്നു. ഈ സന്ധ്യയിൽ ഈ രാത്രി നിങ്ങൾക്ക് ആ ദൂതം ഏറ്റെടുക്കാം. നിങ്ങളുടെ കുടുംബത്തിലായിക്കൊള്ളട്ടെ, തലമുറയുടെ ജീവിതത്തിലായിക്കൊള്ളട്ടെ, ഒരു ക്രമീകരണം, ഒരു ക്രമപ്പെടുത്തൽ, കാര്യങ്ങളെല്ലാം ഒന്ന് ഒരു അടുക്കും ചിട്ടയിൽ കൊണ്ടുവരുവാൻ ഒരിക്കലും കഴിയില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ തമ്പുരാൻ പറയാണ്, ഇസ്രായേലേ കേൾക്ക, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ ഏകൻ തന്നെ. ഇസ്രായേലിന്റെ ജീവിതത്തിൽ പഠിച്ചു നോക്കിയോ? തമ്പുരാൻ ക്രമപ്പെടുത്തിയോ? പലതിനെ യോജിപ്പിച്ചോ? സ്തോത്രം. അവന്റെ പേരാണ് യക്കാദ്. ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ ജീവിതത്തിലും ക്രമീകരണം വരുത്തി യോജിപ്പിച്ച് പല ധ്രുവങ്ങളിൽ നിർത്തുന്നതിനെ ചേർത്ത് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ദൈവത്തെ സേവിപ്പാൻ ദൈവം കൃപ നൽകിയല്ലോ. തുടർന്ന് നമുക്ക് ആ കൃപയിൽ നിൽപ്പാൻ
കർത്താവ് സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ച് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.